ചേർന്ന് ശബാന താവൾ തൻ്റെ അരികില് ചേലിൽ കാതാ ചെന്ന് വീരുത്തിടും നീ ഉണ്ട് കപ്പലകത്തിലൊരുത്തനിരുന്ന് കണ്ണ് നനയ്ക്കുന്നില്ല അവന് കൽബിൽ ഒട്ടും ഉള്ളുകിടങ്ങും കേട്ട് ശബാന ഒരുങ്ങിടും നീ കൊണ്ടാടി വെച്ച് നടക്കുന്നേ മൂത്ത് വലിയോരെ അടുത്ത് ചെന്ന് ഏറെ ഇഷ്കിൻ വരികൾ ഈണമിൽ പാടി ഇടതടവില്ല നൃത്തവുമാടി ഇട്ടലി ബാസുകളൊക്കെയും ചാടി ഹീല തടവയും പയറ്റിടുന്നേ. പ്രിയപ്പെട്ടവരെ, കേൾക്കണോ നിങ്ങൾക്ക് മഹാത്ഭുതം? ശഅബാനത്ത് ആ സുഗന്ധം പുരട്ടിയിട്ട് ആ ശരീരത്തിന് യോജിച്ച വസ്ത്രവും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുന്ദരന്മാരായ യുവാക്കളതാ എന്തൊരു ഭംഗിയാണ്, എന്തൊരു സൗന്ദര്യമാണ്. എല്ലാ പുരുഷന്മാരും അതാ ശഅബാനത്തിന് പിന്തുടർന്നു. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി ഇരിക്കുന്ന ഭാഗത്തേക്ക് ശഅബാനെ അങ്ങോട്ട് ചെന്നിട്ട് ഒരു സുന്ദരമായ ഗാനം അങ്ങോട്ട് ആലപിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ കേൾക്ക, സുന്ദരമായ ഒരു ഗാനം അങ്ങോട്ട് ആലപിക്കാൻ തുടങ്ങി. എല്ലാവരും സന്തോഷത്തിൽ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. മദ്യത്തിന്റെ ലഹരിയിൽ മസ്തിഷ്കം മരവിച്ച് യുവാക്കൾ ആടുന്നു, പാടുന്നു. ശഅബാനത്തിന്റെ സൗന്ദര്യം കണ്ട അന്തം വിടുകയാണ്. ആ സമയത്ത് ജുനൈദുൽ ബഗ്ദാദി അപ്പോഴും ആഴക്കടലിലേക്ക് അത്ഭുതം കണ്ട് നോക്കി നിൽക്കുകയാണ്. ചുറ്റുപാടും പെൺകൊടികൾ നൃത്തമാടി മുഞ്ചിൽ പുഞ്ചിരിച്ച് തഞ്ചമിൽ അവർ പാട്ടുപാടി മാറിടം കുലുക്കി നിന്നിടും നേ പെണ്ണ് മധുരമൂറും തേനിശൽ പൊഴിച്ചിടും നേ മിന്നിടും ചെഞ്ചുണ്ടുകൾ വീടർന്നു നിന്നേ നല്ല പൂമുഖം പ്രശോഭയായി വിളങ്ങിടുന്നേ കൗതുകമോറും കളികൾ കാട്ടിടുന്നേ അവർ ശൈഖിനെ ചതിക്കുവാൻ കൊതിച്ചിടുന്നേ. അതീവ സുന്ദരികളായിരിക്കുന്ന ആ സുമുഖികൾ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയുടെ ചുറ്റുഭാഗം നിന്ന് അതാ നൃത്ത ചുവടുകൾ താളമിട്ടു. കൊഞ്ചിക്കുഴഞ്ഞ് ചാഞ്ഞും ചെരിഞ്ഞും ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ നൃത്തം ചെയ്യുകയാ. ഓരോ ചുവടുകൾ എടുത്തു വെക്കുമ്പോഴും ശഅബാനത്തിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്ന് വസ്ത്രങ്ങൾ ഇങ്ങനെ ഉരിഞ്ഞു നീങ്ങുകയാണ്. അത് കണ്ട് ആശ്ചര്യത്തോടെ യുവാക്കൾ ഇങ്ങനെ നിന്ന് അത്ഭുതത്തോടെ ആഗ്രഹത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴും ജുനൈദുൽ ബഗ്ദാദിയുടെ ദൃഷ്ടി ആഴക്കടലിലേക്കാണ്. അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകൾക്ക് ദുന്യാവിലെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റൂല. എങ്ങനെ കളിച്ചിട്ടും പാടിയിട്ടും ബഹുമാനപ്പെട്ടവരുടെ ശ്രദ്ധ തെറ്റിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അടവുകളെല്ലാം പാറ്റി തെളിഞ്ഞല്ലോ അനങ്ങാതെ മുത്ത് വാലിയും ഇരുന്നല്ലോ അതബോടെ ചെന്ന് ആ വെളും തിരക്കിയേ അറിയാൻ കോതി നേരിൽ ഉണ്ട് വിരുത്തിയെ അല്ല അടവുകളെല്ലാം പാറ്റി തളർന്നല്ലോ അനങ്ങാതെ മുത്ത് വാലിയും ഇരുന്നല്ലോ അതോടെ ചെന്ന് ആ വെള്ളം തിരക്കിയേ അറിയാൻ കോതി നേരിൽ ഉണ്ട് വിരുത്തിയേ. നേരം വലിയുള്ള റസും ഉയർത്തും നോമിനുണർന്ന പോൽ കാര്യം തീരക്കും അല്ല അജബാല് ശബാന നിന്ന് തരിക്കും അകം തന്നിൽ ഫിത്റേറി അവളും ചോദിക്കും
പായറ്റി തളർന്നല്ലോ അനങ്ങാതെ മുത്തവാലിയും ഇരുന്നല്ലോ അതോടെ ചെന്ന് അവളും തിരക്കിയേ അറിയാൻ കോതി നേരിൽ ഉണ്ട് വിരുത്തിയേ. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ആടിയിട്ടും പാടിയിട്ടും നൃത്തം ചെയ്തിട്ടും ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയുടെ ശ്രദ്ധ തെറ്റിക്കാൻ ഷഅബാനത്തിന് മാത്രമല്ല, അവിടെ തടിച്ചുകൂടിയ ഒരു സ്ത്രീക്കും കഴിഞ്ഞില്ലെന്നും മാത്രമല്ല, ആ സമയത്ത് പ്രിയപ്പെട്ടവരെ നിരാശ വൈരാഗ്യത്തിലേക്ക് വഴിമാറുകയാണ്. എങ്ങനെ ആടിയിട്ടും പാടിയിട്ടും അവരൊന്ന് ഇടം കണ്ടിട്ട് നോക്കാതെ, അവരുടെ ഗാനം ആസ്വദിക്കാൻ തയ്യാറാകാതെ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി എന്തൊക്കെയോ ചുണ്ടുകൊണ്ടിങ്ങനെ പിറുപിറുത്ത് ആഴക്കടലിലേക്ക് നോക്കിയിരിക്കുന്ന ജുനൈദുൽ ബഗ്ദാദിയുടെ തോളിൽ ദേശത്തോടുകൂടെ സൗന്ദര്യ റാണിയായ ഷഅബാനെ വിളിച്ചു, മനുഷ്യ. ഈ വിളി കേട്ടുകൊണ്ട് ജുനൈദുൽ ബഗ്ദാദി പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് പോലെ പരിസരത്ത് കുറെ വൃത്തികെട്ട സ്ത്രീകൾ ഔറത്ത് മറക്കാതെ നിൽക്കുന്നു. പെട്ടെന്ന് ബഹുമാനപ്പെട്ടവർ തലകുനിച്ചു. ഷഅബാനത്ത് ചോദിച്ചു, ഞങ്ങൾ എത്ര നേരമായി ഇവിടെ നിന്ന് ആടുന്നു, പാടുന്നു, ആനന്ദ നൃത്തം ചവിട്ടുന്നു, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കാത്തതെന്തേ? ഞങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലേ? ഞങ്ങളുടെ പാട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലേ? ഞങ്ങളുടെ നൃത്തം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലേ? എന്തേ നിങ്ങൾ ഞങ്ങളുടെ അഴകിൽ ആകൃഷ്ടരാവാത്തത്? കണ്ടില്ലേ നിങ്ങൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന എല്ലാ യുവാക്കളും ഞങ്ങളുടെ സൗന്ദര്യം കണ്ട് മതിമറന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ദേശത്തോടുകൂടെ ഗൗരവത്തോടുകൂടെ ഷഅബാനത്ത് ചോദിക്കുന്നു, അഴകിൽ മികന്തുള്ള നാരി ഞങ്ങളെ കണ്ടില്ലേ? അഴകിൽ ലിബാസിട്ട് നൃത്തം ഞങ്ങളും ചെയ്തില്ലേ? അകമിൽ കുളിർ മഴ പെയ്ത് എല്ലാരും കൂടിയിലേ? അണന്തീവർ ഒന്നിച്ച് ചേർന്നു പാടി രസിച്ചില്ലേ? ഖുശിയൊട്ടും വീശാതെ ഫിഖ്റലന്ന് ഇരുന്നില്ലേ? കണ്ണ് തിരിക്കാതെ എന്തോ കണ്ട് കഴിഞ്ഞില്ലേ? അഴക് കുറഞ്ഞത് കൊണ്ടാഹാലിത് ചൊല്ലേണേ? അകമിൽ കോശിയെന്താ സബബ് വന്ന് ഉരയേണേ? അഴകിൽ മികന്തുള്ള താരി ഞങ്ങളെ കണ്ടില്ലേ? അഴകിൽ ലിബാസിട്ട് നൃത്തം ഞങ്ങളും ചെയ്തില്ലേ? അകമിൽ കുളിർ മഴ പെയ്ത് എല്ലാരും കൂടിയിലേ? അണന്തീവർ ഒന്നിച്ച് ചേർന്ന് പാടി രസിച്ചില്ലേ? എന്താ മനുഷ്യ ഞങ്ങളുടെ സൗന്ദര്യത്തിൽ നിങ്ങൾ ആകൃഷ്ടരാവാത്തത്? ഞങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഞങ്ങളുടെ ശരീരത്തിന്റെ അംഗലാവണ്യം അങ്ങേക്ക് തൃപ്തിയായില്ലേ എന്ന് ജുനൈദുൽ ബഗ്ദാദിയോട് ഷഅബാനത്ത് ചോദിച്ചപ്പോ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, പെണ്ണേ, ഈ സൗന്ദര്യമുള്ള നിന്നെയും ഈ സൗന്ദര്യമുള്ള പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച, ഈ കാണുന്ന സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച തമ്പുരാന്റെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, രാജാവായ അള്ളാഹുവിന്റെ അഴക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ദിക്റ് ചൊല്ലുമ്പോ, ആഴക്കടലിലേക്ക് നോക്കുമ്പോ, എന്നെ പടച്ച എന്റെ റബ്ബിന്റെ, ഈ പ്രപഞ്ചത്തെ പടച്ച രാജാവിന്റെ സൗന്ദര്യത്തെ വെല്ലാൻ നിന്റെ സൗന്ദര്യം മതിയാവില്ല, നിന്റെ സൗന്ദര്യത്തിന് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ജുനൈദുൽ ബഗ്ദാദിയുടെ മുമ്പിൽ ഷഅബാനത്ത് എന്ന് പറയുന്ന സൗന്ദര്യ റാണി പകച്ചു നിൽക്കുകയാണ്. അല്ലാഹ്
അഴകിലും അഴകായ അഴകിൽ ഞാൻ ലയിച്ചല്ലോ, അതിനാലെ പരിസരം മറന്നുവല്ലോ. കളിയും ചിരിയൊന്നും ഇവൻ തീരെ കനിന്തില്ലല്ലോ. ജലാലിന്റെ ജമാലതിൽ മിഴി രണ്ടും പതിച്ചല്ലോ, ജഗം തന്നില്ലതിനൊത്തേ ജമാലില്ലല്ലോ. കേട്ട് മനം മാറി മണിമങ്ക തിരക്കിയല്ലോ. അഴകിലും അഴകായ അഴകിൽ ഞാൻ ലയിച്ചല്ലോ, അതിനാലെ പരിസരം മറന്നുവല്ലോ. കളിയും ചിരിയൊന്നും ഇവൻ തീരെ കനിന്തില്ലല്ലോ. പെണ്ണേ, സൗന്ദര്യമുള്ള എന്റെ റബ്ബിന്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ പാട്ടും നിന്റെ കളിയും നിന്റെ നൃത്തച്ചുവടുകളും ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ സൗന്ദര്യം, വേശ്യാവൃത്തി ചെയ്യുന്ന പരപുരുഷ ബന്ധത്തിൽ 24 മണിക്കൂറും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേശ്യാവൃത്തി ചെയ്യുന്ന ശഅബാനത്തിന്റെ ഉള്ളിലേക്ക് ഈമാനിന്റെ പ്രകാശം തുളച്ചു കയറുകയാണ്. ഈമാനിന്റെ പ്രകാശം തുളച്ചു കയറുകയാണ്. അള്ളാഹുവിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, യഥാർത്ഥത്തിൽ വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹ് എന്ന പേര് കേൾക്കുമ്പോ, അല്ലാഹ് എന്ന ആ പേര് കേൾക്കുമ്പോ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഇങ്ങനെ പടപടാ പടക്കാൻ തുടങ്ങും, ഹൃദയം പടക്കും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുമ്പോ ഈമാൻ വർദ്ധിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹ് എന്ന പേരിങ്ങോട്ട് കേട്ടപ്പോ സുന്ദരിയായ ശഅബാനയുടെ ഹൃദയത്തിലേക്ക് ഈമാൻ തുളച്ചു കയറി. അവളുടെ അഹംഭാവം മാറി, അഹങ്കാരം മാറി. ഒരു കൊച്ചു കുട്ടിയുടെ മുഖം പോലെ നിഷ്കളങ്കമായ മുഖഭാവത്തോടെ അള്ളാഹുവിന്റെ ആബിദായ ഔലിയാക്കളിൽപ്പെട്ട മഹാനായ ജുനൈദുൽ ബഗ്ദാദിയോട് ആ പെൺകുട്ടി ചോദിക്കുകയാണ്, അഴകൊന്നു കാണാൻ കോതിയെന്നിലുണ്ടല്ലോ, അകമിൽ കാവിയും വീതം ഈപ്പോളായല്ലോ, കാണാൻ കഴിയുമോ ഒന്ന് പറയണം, ഖൽബിൽ അടങ്ങാത്ത മോഹം മോദുക്കേണം, മോഹം മോദുക്കേണം. ഹാലിൽ വലിയും ആ പെണ്ണിൽ ഓരത്തല്ലോ, ഹാലിദിൽ കാണാൻ വലിയൊട്ടുമില്ലല്ലോ, ഹാലിൽ വലിയും ആ പെണ്ണിൽ ഓരത്തല്ലോ, ഹാലിദിൽ കാണാൻ വഴിയൊട്ടുമില്ലല്ലോ. നല്ല ഹിദായത്തിൻ മാർഗത്തിൽ ചേരണം, നല്ല ഹിദായത്തിൻ മാർഗത്തിൽ ചേരണം, നല്ലോനോടേറെ അടുത്ത് കഴിയണം, അഴകൊന്ന് കാണാൻ കോതിയെന്നിലുണ്ടല്ലോ, അകമിൽ കഴിയും വീതമീപ്പോളായല്ലോ, കാണാൻ കഴിയുമോ എന്ന് പറയണം,
കൽബിൽ അടങ്ങാത്ത മോഹം ഒതുക്കേണം, മോഹം ഒതുക്കേണം. അള്ളാഹുവിന്റെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് നിഷ്കളങ്ക മുഖഭാവത്തോടെ സൗന്ദര്യ റാണിയായ ഷഅബാന ജുനൈദുൽ ബഗ്ദാദിയോട് ചോദിച്ചു, ജുനൈദുൽ ബഗ്ദാദി, ആ സൗന്ദര്യമുള്ള റബ്ബിനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്കും ഒന്ന് ആസ്വദിക്കാൻ പറ്റുമോ? ഉടനെ തന്നെ ജുനൈദുൽ ബഗ്ദാദിയുടെ മുഖം അങ്ങോട്ട് മാറി ഗൗരവത്തോടുകൂടെ പറഞ്ഞു, വേശ്യാവൃത്തി ചെയ്യുന്ന, നീച പ്രവർത്തനം കൈമുതലാക്കി ജീവിക്കുന്ന നിന്റെ വൃത്തികെട്ട കണ്ണുകൊണ്ട് പടച്ചവനെ കാണാനോ അള്ളാഹുവിന്റെ സൗന്ദര്യം ആസ്വദിക്കാനോ കഴിയില്ല, നിനക്കതിന് പറ്റൂല. ഹറാമ് കാണുന്ന, ഹറാമ് ചെയ്യുന്ന, ഹറാമ് പ്രവർത്തിക്കുന്ന നിന്റെ വൃത്തികെട്ട കണ്ണുകൊണ്ട് പടച്ചവന്റെ സൗന്ദര്യം നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല. നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ തുറന്നിട്ട് മാറി മാറി പുരുഷന്മാര് നിന്റെ ശരീരത്ത് കയറിയിറങ്ങിയിട്ട് വൃത്തികെട്ട പ്രവണത ചെയ്തിട്ട് വിചാരം നടത്തിയിട്ട് ഒരിക്കലും ഈ വൃത്തികെട്ട കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നിനക്ക് കഴിയില്ല, നിനക്ക് കഴിയില്ല എന്ന് കേൾക്കേണ്ട താമസം പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഷഅബാന നിന്ന് വിതുമ്പുകയാണ്. തേങ്ങിക്കരയുന്ന ഷഅബാന ചുറ്റുഭാഗങ്ങനെ നോക്കി. ആർത്തിരമ്പും ഓളമിൽ മറിഞ്ഞിരും നീ പെണ്ണ്, ആർത്തനാദത്താൽ നിലവിളിച്ചിടും നേ. അള്ളാഹുവിന്റെ സൗന്ദര്യം നിന്റെ വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു തീരുമ്പോ, എനിക്ക് എന്റെ റബ്ബിന്റെ അഴക് കാണാൻ കഴിയില്ല, ഇല്ല, എനിക്ക് എന്റെ റബ്ബിന്റെ അഴക് കാണാൻ കഴിയില്ല. ആവർത്തിച്ചു ചോദിച്ചു, ഇല്ല, നിനക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു പ്രതിജ്ഞ എടുത്തതുപോലെ ആയിരക്കണക്കിന് ജനങ്ങൾ നോക്കി നിൽക്കുന്നതിന്റെ ഇടയിൽ അതാ സൗന്ദര്യ റാണിയായ ഷഅബാന എന്തോ ഒരു പ്രതിജ്ഞ എടുത്തു, എന്തോ ഒരു തീരുമാനമെടുത്തു. ഇല്ല, ഇനി എനിക്ക് ജീവിക്കണ്ട, ഇനി എനിക്ക് ജീവിക്കണ്ട. പടച്ചവന്റെ അഴക് കാണാത്ത കണ്ണുകൾ ഇനി എനിക്ക് വേണ്ട, എന്റെ റബ്ബിന്റെ അഴക് കാണാൻ കഴിയാത്ത ജീവിതം എനിക്ക് വേണ്ടെന്നും പറഞ്ഞു തീരുന്നതിന്റെ മുമ്പ് ആർത്തിരമ്പുന്ന തിരമാലകളിലേക്ക്, ആർത്തിരമ്പുന്ന തിരമാലകളിലേക്ക്, ആ ആഴക്കടലിലേക്ക് ഷഅബാന എന്ന് പറയുന്ന പെണ്ണ്, അന ഷഅബാന, എനിക്കിനി ജീവിതം വേണ്ട, എനിക്ക് ഈ ജീവിതം വേണ്ട, ഈ നശിച്ച ദുനിയാവ് എനിക്ക് കാണണ്ട, ഈ പുരുഷന്മാരുടെ മാറി മാറിയുള്ള ആഗ്രഹ പ്രകടനം ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു വീശുന്ന തിരമാലകളിലേക്ക് ബിസ്മില്ലാഹ് ആഴക്കടലിലേക്ക് ഷഅബാനത്തെടുത്ത് ചാടി. ഷഅബാനയെ അതാ തിരമാലകൾ തട്ടി 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 അങ്ങകലേക്ക് അകലേക്ക് കൊണ്ടുപോകുന്നു. ആർത്തിരമ്പും ഓളമിൽ മാറിഞ്ഞിടും നേ പെണ്ണ്, ആർത്തനാദത്താൽ നില വീളിച്ചിടും നേ. ആകെയും നീലവിളി ഉയർന്നിടും നേ. അവിടെ ആളുകൾ തീക്കും തിരക്കും കൂട്ടിടും നേ. നിസ്സഹായരായവളും നിന്നിടും നീ. ഉടനെ കാഴ്ചയിൽ ആവളത മറഞ്ഞിടും നീ. എന്ത് ചെയ്യും എന്ന ചിന്തയാൽ വലിയും റബ്ബിൽ നൊന്ത് പ്രാർത്ഥനയിൽ മുഴുകി കേണിടും നീ. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയും നോക്കി നിൽക്കുന്ന ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളായ യാത്രക്കാരും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്, അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ആ കൂട്ടത്തിലുള്ള പലവരും മാറത്തടിച്ച് കരയുന്നു, നിലവിളിക്കുന്നു. ആര് കരഞ്ഞിട്ടെന്ത് കാര്യം, ആര് വേദനിച്ചിട്ടെന്തു കാര്യം, ആര് വിഷമിച്ചിട്ടെന്തു കാര്യം. ഷഅബാനത്തിന് കടൽ തിരമാലകളുടെ ഓളങ്ങൾ തട്ടി 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 അങ്ങകലേക്ക് അങ്ങകലേക്ക് കണ്ണത്താ ദൂരത്തേക്ക് ആ ഷഅബാനത്തിന് ആ തിരമാലകൾ
കടലിലെ ഓളങ്ങൾ തട്ടിക്കൊണ്ടുപോകുകയാണ്. അങ്ങനെ കാലചക്രം കറങ്ങി വർഷങ്ങൾ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റൊരു ദിശയിലേക്ക് നമ്മുടെ ചരിത്രം കൊണ്ടുപോകാം. അതിൽ പിന്നെ സനത്തത് ഒരുപാട് കഴിഞ്ഞുവല്ലോ. ആകം തന്നിൽ വലിയോർക്ക് കൊതി ഒന്ന് ഉദിത്തുവല്ലോ. അതിൽ പിന്നെ സനത്തന്ന് ഒരുപാട് കഴിഞ്ഞുവല്ലോ. ആകം തന്നിൽ വലിയോർക്ക് കൊതിയൊന്ന് ഉദിത്തുവല്ലോ. അണയണം പരിശുദ്ധ മക്കയിലൊന്ന്, അകതാരിൽ കഅബയതും തെളിയൊന്ന്. ആരംഭത്തോടെ വലിയും നടന്ന് അണയണം പരിശുദ്ധ മക്കയിലൊന്ന്, അകതാരിൽ കഅബയതും തെളിയൊന്ന്. ആരംഭത്തോടെ വലിയും നടന്ന് പരിശുദ്ധ പതിമക്കത്തവരെന്ന് അണഞ്ഞിടും നേ. പരിശുദ്ധോർ ഇബാദത്തിൽ നാളുകൾ കഴിത്തിടും നേ.